ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സുഖമില്ലാതൊക്കെ ആയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നല്ല ചുമയുണ്ട്, പനിയൊക്കെ വിട്ടു. പക്ഷേ എങ്കിലും തണുപ്പ് ഇവിടെ നല്ല ശക്തമായ രീതിയിൽ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല എക്സ്ട്രീം ലെവലിലോട്ട് നോർത്ത് ഇന്ത്യയിൽ തണുപ്പ് കൂടും. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും തണുപ്പ് കാര്യമായിട്ട് എന്നെ പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇൻഫെക്ഷൻ വന്നു, ചുമയും പനിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തണുപ്പത്ത് ചെറിയൊരു മടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന, എന്നാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ് പുട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇതിനെ ചോക്ലേറ്റ് പുട്ട് എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഗോതമ്പൊക്കെ ഇവിടെ കുഴച്ച് വെച്ചു കേട്ടോ. കുഴച്ചല്ല, നനച്ച് വെച്ചു. ഗോതമ്പ് ശരിക്കും പറഞ്ഞാൽ നനച്ച് വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. ശരിക്കും ഞാനിത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയായിട്ട് ചെയ്തേ. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിവിടെ പുട്ടുണ്ടാക്കാനായിട്ട് പൊടി ഇവിടെ കിട്ടും. ഗോതമ്പൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കുഴച്ചില്ലെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോകും പുട്ടിന് വേണ്ടി നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഇനി പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ക്യാരറ്റും തേങ്ങയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചു. നമ്മുടെ പൊടിയും നനച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു പുട്ടിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ തന്നെ കഴിക്കാം. ഇന്നിപ്പോൾ എന്തായാലും ഞാനിവിടെ ദാൽ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ടിരിക്കുന്ന ദാൽ ഫ്രൈയും ഈ ഒരു ചോക്ലേറ്റ് പുട്ടുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ചില ദിവസം ഞാനിതുപോലെ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പച്ചമ്പിലോട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നനച്ചിട്ട് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ക്യാരറ്റും ഇതൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഈ ഒരു പുട്ടുകുറ്റിക്കകത്തായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 3 ലെയറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിസ്റ്റർബൻസസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം എനിക്ക് ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന് ഇത് ചെയ്യാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നമ്മുടെ മസൂർ ദാൽ ഞാൻ രാവിലെ തന്നെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് 3 വിസിലടുപ്പിച്ച് അത് വേവിച്ച് വെച്ചു. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു സവോളയും 2 പച്ചമുളകും പിന്നെ ഒരു തക്കാളിയൊക്കെയാണ് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. സിമ്പിളായിട്ട് മസാല ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുത്തി കാണിക്കാം. വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പുട്ടാണ്. നമുക്കിതിനകത്ത് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി വേർഷനാണ്. പ്രത്യേകിച്ച് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നവർക്ക് ഈ ഒരു രീതിയിൽ പുട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കേട്ടോ. അരിപ്പുട്ട് എല്ലാവർക്കും ഇപ്പോൾ പിടിക്കണമെന്നില്ല, ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഗോതമ്പ് പുട്ടിനകത്ത് ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പുട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്യാരറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കുറ്റി അതുപോലെ തന്നെ 2.5 കുറ്റിയോളമാണ് ഞാൻ പുട്ട് ഉണ്ടാക്കിയെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ദാൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് വറ്റൽമുളകും കടുകും ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് സവോളയും പച്ചമുളകും കൂടെ ഇട്ട് അത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടേസ്റ്റ് കിട്ടും, നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഒരുപാട് മസാലാസും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് പരിപ്പ് വേവിച്ചെടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ സ്വല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ മാത്രം ചേർത്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മുറി തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി നല്ല സോഫ്റ്റായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരിപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് എന്തോരമാണ് വെള്ളമൊക്കെ വേണ്ടത് ആ ഒരു അനുസരിച്ച് നമുക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് പരിപ്പ് ഇവിടെ വേവിച്ച് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല, കാരണം ഈ ഒരു രീതിയിൽ തിക്കായിട്ടിരിക്കുന്ന ദാൽ ഫ്രൈ ആണ് നമ്മുടെ ഈ ഒരു പുട്ടിന് നല്ലൊരു കോമ്പിനേഷൻ. പിന്നെ കൂട്ടത്തിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു ദാൽ ഫ്രൈ ഇതേ രീതിയിൽ
രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ലാസ്റ്റത്തെ പുട്ടും കൂടെ കുത്തിയെടുത്തു കേട്ടോ. അപ്പോൾ രാവിലെ നമുക്കിവിടെ തണുപ്പ് സമയത്ത് ഇതുപോലെ നല്ല വെയിൽ വരുന്നതുകൊണ്ട് തന്നെ കിച്ചണിലെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ലൈറ്റ് 2 ലൈറ്റുണ്ട് എങ്കിലും വെയിൽ ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോന് കഴിക്കാൻ സമയമായി, മോൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മോന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അരക്കുറ്റി വെച്ച് കൊടുത്താലും ആരും കഴിക്കില്ല, എല്ലാവരും ഓരോ കുഞ്ഞു കഷ്ണം എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ 2 കഷ്ണം വെച്ചപ്പോൾ തന്നെ പറഞ്ഞു, മമ്മി എനിക്ക് ഒരു ചെറിയ കഷ്ണം മതി എന്ന് പറഞ്ഞു. പിന്നെ മോന് ദാൽ അവന് ചെറിയൊരു കട്ടോരയിൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ദാൽ ഫ്രൈയും നല്ല ഗോതമ്പ് പുട്ടുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.